നിങ്ങളെ വീട്ടിലേക്ക് മാനമായി കയറി വന്ന പെൺകുട്ടിയെ നിങ്ങൾ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന വാക്ക് പറയരുത്. ആ പെൺകുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിക്കരുത്. കുടുംബവുമായും ബാപ്പയുമായും ഉമ്മയുമായും വിട്ട മനോവേദനയിൽ നിങ്ങളെ വീട്ടിൽ വന്ന് വിഷമത്തോടെ കഴിയുന്ന ദുർബലയായ പെൺകുട്ടിയെ നിങ്ങളെ കടുത്ത വാക്ക് പറഞ്ഞ് നിങ്ങൾ വേദനിപ്പിച്ചാൽ പടച്ച റബ്ബിന്റെ അടുക്കൽ നിങ്ങൾ ഉത്തരവാദിയാണ്. ഉമ്മമാരെ, അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ആണ്, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ പെണ്ണ്, അവരെ ജീവിതം പരിപൂർണമായ നീതിയിലാണ്, സത്യത്തിലാണ്, എപ്പോഴും നന്മയിലാണ്, വിശാലമായ മനസ്സാണ്, അഹങ്കാരമില്ലാത്ത ചിന്തയാണ്, അസൂയയില്ലാത്ത ജീവിതമാണ്, എപ്പോഴും വിട്ടുവീഴ്ചയാണ്. അഥവാ മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിക്ക് വീട്ടുജോലി അറിയില്ലെങ്കിലും മോളെ ഭയപ്പെടണ്ട, നിന്റെ ഉമ്മയെപ്പോലൊരു ഉമ്മയാണ് ഞാൻ നിനക്കൊക്കെ കാണിച്ചു തരും, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരും, നിന്റെ ഭർത്താവിനോട് നിന്റെ മോശമൊന്നും ഞാൻ പറയില്ല, നീ പേടിക്കേണ്ട, എന്റെ മകളെ പോലെയല്ലേ നീ എന്ന് പറയുന്ന നല്ല മനസ്സുള്ള ഉമ്മമാരുണ്ടോ? നിങ്ങൾക്ക് സ്വർഗം നേടാം ഉമ്മമാരെ. നേരെ മറിച്ച് ഫോൺ എടുത്താൽ മകനോട് മകന്റെ ഭാര്യന്റെ കുറ്റം പറയുന്ന ചില ഉമ്മമാരുണ്ട്. സുബ്ഹാനല്ലാഹ്, കത്തയക്കുമ്പോഴുള്ള എല്ലാ ഫിത്നയും എഴുതുന്ന ചില പെങ്ങന്മാരുണ്ട്. അത്തരത്തിലുള്ള ഫിത്നയും ഫസാദുമായി ഒരിക്കലും ജീവിക്കരുതേ. അല്ലാഹു അല്ലാഹ്, അവനല്ലേ കൊടുക്കുന്നവൻ, അവനല്ലേ തടയുന്നവൻ, അവനിലേക്കല്ലേ മനസ്സ് തിരിയേണ്ടത്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയണം. ആ അല്ലാഹുവിലേക്ക് തിരിയാൻ വേണ്ടി ക്ഷണിക്കുന്നവൻ, അവരെക്കാൾ നല്ല വാക്ക് പറയുന്നവനാരാണ്? വഅമില സാലിഹാ. വെറും പ്രബോധനം പോരാ, പ്രസംഗം പോരാ, സൽക്കർമ്മം പ്രവർത്തിക്കുന്നവനാവുകയും വേണം. SYSന്റെ പ്രവർത്തകരെ, SSFന്റെ പ്രവർത്തകരെ, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പ്രവർത്തകരെ, നമ്മൾ സ്വന്തത്തിൽ നന്നായി അമൽ ചെയ്യണം. കൃത്യമായി 5 വക്ത് ഓരോ മുഅ്മിനീങ്ങളും നിസ്കരിക്കണം. സുബഹിന്റെ സമയത്ത് കിടന്നുറങ്ങുന്നവരാകരുത്. ഭംഗിയുള്ള പള്ളിയുണ്ട് നമുക്ക്, തൊട്ടടുത്ത വീട്ടിലെ ചെറുപ്പക്കാര് സുബഹിന്റെ ജമാഅത്തിനെത്താറുണ്ടോ? ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം കലശമായ സമയത്ത് പോലും 2 ആളുകളെ ചുമലിൽ കൈവിട്ടിട്ട് കാലിയഴച്ചേച്ച് വെച്ച് പള്ളിയിലേക്ക് പോയി എന്നല്ലേ ബുഖാരിയിലുള്ളത്. കഴിയുമെങ്കിൽ ജമാഅത്തായല്ലേ പുരുഷന്മാര് നിസ്കരിക്കേണ്ടത്, സ്ത്രീകൾ അവരവരെ വീട്ടിൽ വെച്ചല്ലേ നിസ്കരിക്കേണ്ടത്. ബീവി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ മദീനത്തെ പള്ളിയിലും മക്കയിലെ പള്ളിയിൽ പോലും ജമാഅത്തിനും ജുമഅക്കും പോയിട്ടില്ലെന്നല്ലേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്. കാരണം അല്ലാഹുവിന്റെ റസൂൽ അവരെ വീടാണ് ഖൈറെന്നല്ലേ പഠിപ്പിച്ചത്. അതുകൊണ്ട് സ്ത്രീകളെ, നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളും കൃത്യമായി നിസ്കരിക്കണം. പുരുഷന്മാര് പരമാവധി പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. ഒരു നേരത്തെ നിസ്കാരവും നമുക്ക് ഖളായി പോകരുത്. അല്ലാഹുവിന്റെ വെള്ളം കുടിച്ച് ജീവിക്കുന്ന നമ്മൾ അവനവനുമായുള്ള സംഭാഷണത്തിന് ക്ഷണിക്കുമ്പോ പോകാൻ മടിയുള്ള മടിയന്മാരാകരുത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങളെ വിളിച്ചാൽ, കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നാൽ, നിങ്ങളൊരു നേതാവ് വിളിച്ചാൽ എത്ര അഭിമാനത്തോടെ അല്ലെങ്കിൽ ഭയത്തോടെ നിങ്ങൾ അവിടെ ഹാജരാകും? ചോദിക്കട്ടെ, സർവ ഉദ്യോഗസ്ഥന്മാരെയും രാജാക്കന്മാരെയും പടച്ച റബ്ബ്, ആകാശങ്ങളും ഭൂമികളും സൂര്യനും ചന്ദ്രനും പടച്ച റബ്ബ്, സസ്യങ്ങളും മത്സ്യങ്ങളും പടച്ച റബ്ബ്, ഈ പാവപ്പെട്ട നമ്മെ എല്ലാവരെയും പടച്ച റബ്ബ്, നമുക്ക് വേണ്ടതെല്ലാം തന്ന റബ്ബ്, അവന്റെ വീട്ടിൽ നിന്ന് ഹയ്യാല സ്വലാഹ്, അവനുമായുള്ള സംഭാഷണത്തിന് ചെല്ലാൻ വേണ്ടി വിളിക്കുമ്പോ ആ സമയത്ത് മടി കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മെപ്പോലെ നന്ദി കെട്ടവരുണ്ടോ? 5 വക്ത് കൃത്യമായി നിസ്കരിക്കണം. കഴിവുള്ളവർ കൃത്യമായി സക്കാത്ത് കൊടുക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം. ഖബർ വിശാലതയുള്ള ചില ജനങ്ങളുണ്ട്, അല്ലാഹ്
കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ഖബർ വല്ലാതെ ഇടുങ്ങിപ്പോകുന്ന ജനങ്ങളുണ്ട്, അല്ലാഹു കാക്കട്ടെ. തൊട്ടടുത്തുള്ള വീട്ടുകാരന്റെ വീട്ടിലേക്ക് ഒരു ലോറിയോ അല്ലെങ്കിൽ കാറോ കൊണ്ടുപോകാൻ നമ്മുടെ വീട്ടിന്റെ മണ്ണിന്റെ മതിലൊരൽപ്പം ചെത്തിക്കൊടുക്കാൻ പറഞ്ഞാൽ എന്തായാലും ഞാനത് ചെയ്യൂലാന്ന് വാശി പിടിക്കുന്ന അയൽവാസികളില്ലേ? നിന്റെ ഖബറല്ലേ മനുഷ്യ ഇടുങ്ങിപ്പോകാൻ ഏറ്റവും സാധ്യതയുള്ളത്. ഒരു വഴിയൊന്ന് വിശാലമാക്കാൻ ഒരു റോഡ് വെട്ടാൽ ഒരൽപ്പം സ്ഥലമൊന്ന് വിട്ടുകൊടുക്കാൻ പറയുമ്പോ ഒരൽപ്പവും വിട്ടുവീഴ്ചയില്ലാതെ ആര് വാഹനത്തിൽ പോയില്ലെങ്കിലും തരക്കേടില്ല, എന്റെ വീട്ടിൽ വാഹനം കയറുന്നുണ്ടല്ലോ, ഞാൻ എന്തായാലും ഒരു ഇഞ്ചി ഭൂമി വിട്ടുകൊടുക്കൂലാന്ന് പറയുന്ന കുടുങ്ങിയ മനസ്സുള്ള മനുഷ്യ, നിന്റെ ഖബറിന്റെ ഇടുക്കം എത്രയായിരിക്കുമെന്നല്ലേ ചിന്തിക്കേണ്ടത്. ഇടുങ്ങിയ ഖബറിന് പകരം വിശാലമായ ഖബർ. സമ്പാദിക്കാൻ ജനങ്ങളോട് വിശാലമായ മനസ്ഥിതി കാണിച്ചോ? അതെ, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചോ? അയൽവാസികൾക്ക് നന്മ ചെയ്യണം, കുടുംബത്തിന് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം ചെയ്യണം, നാട്ടിലുള്ള പ്രധാനപ്പെട്ട നാട്ടിന്റെ കാര്യങ്ങൾ നടത്തുന്ന കാരണവന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, പണ്ഡിതന്മാരെ ആദരിക്കണം. പണ്ഡിതന്മാർക്കിടയിൽ ചില്ലറ അഭിപ്രായ ഭിന്നതകൾ മസലപരമായോ സംഘടനാപരമായോ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ പേരിൽ ആലിമീങ്ങളെ ചീത്ത പറയരുതേ. മുസ്ലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയരുത്, തെറി പറയരുത്, സംഘന്മാരെ നിസാരപ്പെടുത്തരുത്. അല്ലാഹുവിന്റെ കോടതിയിൽ നമുക്കൊരു പോയി നിൽക്കേണ്ടതുണ്ടെന്ന ബോധത്തോടെ ജീവിക്കണം. അവനാണ് മോക്ഷം ലഭിച്ച ഭൂമിൽ, അവനാണ് വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനിതാ പടച്ച റബ്ബിന് പൂർണ്ണമായി കീഴ്പ്പെട്ട ജനങ്ങളിൽ ഒരു മെമ്പറാണെന്ന് വ്യക്തമായി പറയാൻ പറ്റുന്ന മനുഷ്യൻ. അല്ലാഹുവേ, അത്തരത്തിലുള്ള ശരിയായ മുസ്ലിമീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ മുഅ്മിനീങ്ങളെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്‌ലിസിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് പിരിയണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ.